ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മിസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇനി എന്ത് ചെയ്യണമെന്ന് പോലെ അറിയാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ട് മാത്രം ഒരു നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ മിക്കവരും. സോ അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. നമ്മുടെ സ്ക്രീനിൽ ഏറ്റവും മുകളിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കൃത്യമായി ഞങ്ങളോട് പറഞ്ഞു തരാം. കറക്റ്റ് ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൽ എന്ത് ചെയ്താലാണ് നിങ്ങളുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ അങ്ങനെ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരികെ വരാം. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗിവ് അൺഡിവൈഡഡ് അറ്റൻഷൻ ആണ്. അതായത് നിങ്ങൾ അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരാളോട് സംസാരിച്ചിരിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നുള്ളതായിരിക്കും. നേരെ മറിച്ച് അവർ അങ്ങനെയല്ല കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറയുന്നതിന് കൃത്യമായിട്ട് അല്ലെങ്കിൽ മനസ്സറിഞ്ഞിരിക്കുന്നില്ല, വേണോ വേണ്ടേ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, ഒരു അറ്റൻഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വളരെയധികം ബോറിംഗ് ആയിട്ട് തോന്നും. അല്ലെങ്കിൽ അയ്യോ ഇവരോട് സംസാരിക്കേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാറുണ്ട്. അത് നോർമലി ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫാമിലിയിലെ ഏതെങ്കിലും മെമ്പറോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതായത് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടായിരിക്കും, ഒരു നെഗറ്റീവായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും, പക്ഷേ അത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവുക അവരുടെ അറ്റൻഷൻ നിങ്ങളിലേക്ക് കിട്ടണം എന്നുള്ളതായിരിക്കും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വല്ലാതെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വളരെയധികം ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അവർ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടിരിക്കാൻ തയ്യാറാവുക. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കേട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാനുള്ള വഴികൾ എന്ന് പറയുന്നത്, അവർ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ ചെറുതായിരുന്നു മൂളില്ലേ, ഇങ്ങനെ മൂളുക. അതേപോലെ തന്നെ ചെറിയ ക്വസ്റ്റ്യൻസ് അവർ പറയുന്നതിൽ തന്നെ നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് ചോദിക്കാം. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്യും, ഞാൻ പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വരും. സോ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചുമ്മാ ഒരു പേരിന് കയറി ചോദിക്കുക പറയുന്നത് ചെയ്യല്ല. നിങ്ങൾ കൃത്യമായി അറ്റൻഷൻ കൊടുക്കുക. നമ്മൾ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത്. സോ അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് ആണ്. അതായത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എന്നുള്ളത് മാത്രമല്ല, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഐ കോണ്ടാക്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളോട് അവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നോക്കി ഇരിക്കരുത്. ഇപ്പോൾ അവർ നമ്മളോടാണ് സംസാരിക്കുന്നത്, നമ്മൾ തിരിഞ്ഞ് വേറെ ഇങ്ങോട്ടോ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യും ഇയാൾ അല്ലെങ്കിൽ ഇവളത് എവിടെ നോക്കി ഇരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ തോന്നും. സോ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവർ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുക. ഇനിയിപ്പോൾ നമ്മളാണ് അവരോട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിലും അതേപോലെ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. താഴെ നോക്കി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അവിടെ കാണിക്കുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക. കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് സത്യസന്ധമാണ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുക. സോ അവിടെ വിശ്വാസവും കൂടി ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കുക, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ആസ്ക് ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പം നിങ്ങൾ അവരോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സംസാരിക്കുന്ന ടൈമിൽ നിങ്ങളിടയിൽ അവർ പറയുന്ന കാര്യവുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളത്. സോ അതേപോലെ തന്നെയാണ് ഇവിടെ അവർ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതിരുന്നിട്ടുണ്ടെങ്കിൽ അല്ല നീ ഇതെന്താ പറഞ്ഞത് എന്നുള്ളത് കൃത്യമായി അവരോട് ചോദിക്കുക. കാരണം ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടാവും, നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരുമ്പോഴും നമ്മളത് ചോദിക്കുന്നുണ്ടാവില്ല, ചുമ്മാ അത് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ഒരു സാഹചര്യത്തിൽ നമുക്കത് ആവശ്യമായിട്ട് വരുന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെന്നെ ചോദിക്കും ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നില്ല, ഞാൻ എന്താ പറഞ്ഞിരുന്നത് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞ് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ
അവർ വിചാരിക്കും അപ്പോൾ ഞാൻ ആരോടാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തീരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയൊന്നും ആ ഒരു രീതിയിലേക്കൊന്നും കൊണ്ടുപോകാതിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു സംശയം വരികയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവരോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ അവരോട് ഇപ്പോൾ തിരിച്ച് അവർ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ആൻസർ ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൺഫേം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലായി എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അവരോട് തന്നെ ചോദിക്കാം, ഞാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം. ചിലപ്പോൾ അവരെങ്ങനെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും. സോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ ഓക്കെ ആണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യമാണ്. അതായത് നിങ്ങൾ എന്തൊക്കെയോ ആയി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ആ പേഴ്സൺ കേട്ടുകൊണ്ടേയിരിക്കുന്നു, ഇതിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിരിക്കണം, അത് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. പിന്നീട് ഒരു സിറ്റുവേഷനിൽ അതൊരു പ്രോബ്ലം ആയിട്ട് വരാതിരിക്കാനായിട്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ കൺസിസ്റ്റന്റ് ടോൺ ആൻഡ് എക്സ്പ്രഷൻസ് ആണ്. അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യം പറയുന്ന സമയത്തും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സോ ഓരോ കാര്യത്തിനും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടോൺസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഒരുപാട് സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ വേറൊരു ടോണിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതേപോലെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഒരു ഗൗരവത്തോടെ സംസാരിക്കുമ്പോൾ വേറൊരു ടോണാണ്. അതേപോലെ തന്നെ ഓരോ വാക്കിനും അല്ലെങ്കിൽ ഓരോ സെന്റൻസിനും നമ്മൾ യൂസ് ചെയ്യുന്ന ടോൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് എന്നുള്ളത്. സോ കൃത്യമായ ടോൺ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സ്നേഹത്തോടെ പറയേണ്ട ഒരു കാര്യം ഗൗരവത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കുന്ന രീതി വേറെ ആയിരിക്കും. സോ കൃത്യമായ ടോൺ നിങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ. നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വേറെ ആയിരിക്കും. ആ ഒരു ടൈമിൽ ദേഷ്യത്തോടെ കണ്ണുരുട്ടിയിട്ടാണ് അവരോട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അതേപോലെ നിങ്ങൾ പറയുന്ന ടോണും എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇതിൽ ഒന്നോ രണ്ടൊക്കെ പലർക്കും മിസ്റ്റേക്സ് വരാറുണ്ട്. അതായത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്ന ആളുകളുണ്ട്, ദേഷ്യം കാണിക്കേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും അത് കാണിക്കുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്കറിയാം കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഇത് കാണുന്ന ഒന്നോ രണ്ടോ ആളുകൾക്കൊക്കെ ഇതിൽ പല കാര്യങ്ങളിലും മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇനി മുതലായിട്ട് ക്ലാരിഫൈ ചെയ്യാം. അതായത് ഓക്കെ ആക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു ബന്ധം എന്ന് പറയുന്നത് കിട്ടാൻ വളരെ പ്രയാസമാണ്, പക്ഷേ നമുക്ക് ആ തോല് പോലെ വളർത്തി വിടാനായിട്ട് കഴിയും. അത് പെട്ടെന്ന് നമുക്കത് ഇല്ലാതാക്കാൻ കഴിയുന്നുള്ളതാണ്. അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അതായത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെതായ വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. പോരായ്മകളൊക്കെ പലയിടത്തും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് മറ്റുള്ള റിലേഷൻഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ സ്വർഗമാണെന്നും ഇവിടെ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അത് പുറമേ നിന്ന് കാണുന്നത് മാത്രമാണ്. അങ്ങനെ ആവണമെന്നില്ല. എല്ലാ റിലേഷൻഷിപ്പിലും തട്ടലും മുട്ടലും എല്ലാം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒന്നുകൂടി പുറകോട്ട് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് മാത്രമാണ്, റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് അറിയാത്ത ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നോട് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് മറ്റു വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്